ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫെസ്റ്റിവൽ കാണാൻ പോവാണ്. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ കാണാനാണ് പോണത്. അപ്പോൾ നമ്മൾ പോകണമെന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പെട്ടെന്ന് പോകാൻ തോന്നി. നമ്മൾ 4 മണി 4:30 ആയപ്പോൾ ബസ്സിൻ്റെ ടൈമിങ് കറക്റ്റ് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ടാക്സിക്കാണ് പോയത്. ടാക്സിക്ക് പോകണത് ഭയങ്കര നഷ്ടമാണ്. 100 ദിർഹംസായി ഇവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ ബസ്സുണ്ട്, ബസ്സിന് 4-2 ദിർഹംസാണെന്ന് തോന്നുന്നു. നമ്മൾ പോയില്ല, ടാക്സിക്കാണ് പോയത്. കാരണം അത്ര വൈകിട്ട് പോയപ്പോൾ നമുക്ക് എപ്പോഴാണ് എത്താമെന്ന് അറിയില്ല, പിന്നെ അവിടെ പോയിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ടാക്സിക്ക് തന്നെ പോയി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരു ഫെസ്റ്റിവൽ കാണാൻ പോകണത് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ പറഞ്ഞ പോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പൈനാപ്പിൾ ബിൽഡിംഗ് ആണ്, കണ്ടോ? അതിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പൈനാപ്പിളിൻ്റെ ഒരു ഡിസൈനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഓഫീസുകളാണ്. അപ്പോൾ നൈറ്റിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ഒരു ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ എത്താറായപ്പോഴേക്കും മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഫെസ്റ്റിവലിലത്തെ ഫയർ വർക്ക്സ് എന്ന് പറയുന്നത് എല്ലാ വർഷവും ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല കേട്ടോ, കാരണം അന്ന് ഉണ്ടായിരുന്നില്ല. വീക്കെൻഡിലാണെന്ന് തോന്നുന്നുണ്ട് അത് ഈ നമ്മുടെ ഫയർവർക്സ് നടക്കുന്നത്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അൽവദ്ബ എന്ന് പറയുന്ന പ്ലേസിലാണ് കേട്ടോ. ഞാൻ വിട്ടുപോയി. അപ്പോൾ ബസ്സുകൾ നമുക്ക് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എവറി 20 മിനിറ്റ്സിലാണ് നമുക്ക് ബസ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 10 മണി വരെ നമുക്ക് അൽവദ്ബ എന്ന് പറഞ്ഞ പ്ലേസിലേക്കുള്ളത്. അപ്പോൾ റിട്ടേൺ നമുക്ക് 4:30 തുടങ്ങി 12 മണി 1 മണി വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോഴും തിരിച്ചു പോരാനായിട്ട് ബസ്സിന് പറ്റിയില്ല കേട്ടോ, കാരണം ബസ് കാർഡ് ഒരെണ്ണം എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 3 ആൾക്കും കൂടി പോകണ്ടേ. അപ്പോൾ ഉണ്ണിക്ക് വേണ്ട, പക്ഷേ ഒരാളുടെ കാർഡ് എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് വീണ്ടും തിരിച്ച് ടാക്സിക്ക് തന്നെ പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വീണ്ടും നമുക്ക് 100 ദിർഹംസ് പോയില്ല, കാരണം നമുക്ക് അവിടെ കാർഡ് റീചാർജ് ചെയ്യാനുള്ള സ്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നോക്കി, പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ വീണ്ടും ഓൺലൈനായിട്ട് റീചാർജ് ചെയ്തിട്ട് നോക്കി, പക്ഷേ നമ്മുടെ കാർഡിൽ റീചാർജ് ആയില്ല. കാരണം റീചാർജ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞാലാണ് അതിൻ്റെ ആക്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ നമ്മൾ അത് ചെയ്തിട്ടൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തു. പക്ഷേ എന്നിട്ട് കാര്യമില്ല, നമുക്ക് കറക്റ്റ് ആ ടൈം ആയാൽ തന്നെ നമുക്ക് റീചാർജ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം. അൽവദ്ബ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അത് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ ഉണ്ണി അത്ര നേരം ഉറങ്ങായിരുന്നു. എനിക്ക് കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ച് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ കണ്ട ഓരോ ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് നമ്മൾ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഞങ്ങൾ പോയത് മൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് അടുക്കാൻ പറ്റില്ല. അത്ര ഈ കാണുന്ന ഏരിയയിലൊക്കെ നിറച്ച ആൾക്കാരായിരിക്കും, അത്ര റഷായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. പെർ പേഴ്സൺ 10 ദിർഹംസാണ് വരുന്നത്. നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണക്കാർക്ക് ആർക്കായാലും നമുക്ക് ഈ ഫെസ്റ്റിവൽ കാണാനായിട്ട് പോകാം കേട്ടോ. 2 ആൾക്ക് കൂടി നമുക്ക് 20 ദിർഹംസാണ് ആയത്. അപ്പോൾ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടിക്കറ്റ് വരും. അപ്പോൾ കാർഡ് നമ്മൾ ടാപ്പ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് പ്രോസസ്സിങ്. ദെൻ നമ്മുടെ പേയ്മെൻറ്റ് പ്രോസസ്സിങ് ആണ്, നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ് ആവും. അതിന് ശേഷമാണ് നമ്മളുടെ ടിക്കറ്റ് നമ്മൾക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഇതിലേ വരും കണ്ടോ. ടിക്കറ്റ്സ് ഉണ്ണി എടുത്തിട്ടുണ്ട്. 2 ടിക്കറ്റ് ഉണ്ട്. 2 ടിക്കറ്റും എടുത്ത് നമ്മൾ അങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പോണത് എൻട്രൻസിലോട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ടിക്കറ്റ് നോക്കിയതിന് ശേഷം ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് പാസ് കിട്ടി അകത്തേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ജെൻസിന് വേറെ ലേഡീസിന് വേറെ വഴി കൂടെ പോകണം. അവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ആ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് കയറാനായിട്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് ഫസ്റ്റ് തന്നെ. പിന്നെ നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് കുറേ പവിലിയൻസാണ്. പാകിസ്ഥാൻ, ഇന്ത്യ, ഈജിപ്ത്, പിന്നെ അങ്ങനെ കുറേ പവിലിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കൺട്രീസിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കാണാത്ത തരത്തിലുള്ള സാധനങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ഫുഡ്സ്, എനിക്കെല്ലാം അതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഈ ഏട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജിലൊക്കെ സെയിം ഇതേപോലെ തന്നെയാണ്. പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടിയും ഒരു ഇതുണ്ടാവും. ഉണ്ണി നല്ല ഹാപ്പിയിലായിരുന്നുണ്ട്. അവനിങ്ങനെ എല്ലായിടത്തും കൂടി കിടക്കായിരുന്നു. അവിടെ മാജിക് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ വീണ്ടും മാജിക് കാണണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ മുപ്പേർക്ക് ഓടിച്ചാടി ഇങ്ങനെ നടക്കുക, അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക സുഖമായിട്ട് അങ്ങനെ. പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു കാർ ഗെയിം കണ്ടു. അപ്പോൾ കാറിലിരിക്കണം, കാർ ഓടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി സെലക്ട് ചെയ്യാം. സ്പൈഡർമാൻ്റെ പിന്നെ ഓരോ മിനിയൻസ് അങ്ങനെ കുറേ തരത്തിലുള്ള ഡിസൈനിലുള്ള കാറുകളുണ്ട്. പപ്പയും മോനും അപ്പോൾ കാറിൽ കയറി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ആയത് 30 ദിർഹംസാണ്. നമുക്ക് നാട്ടിലൊക്കെ പോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് കയറാം. അപ്പോൾ നമ്മുടെ കാറിൽ നമുക്ക് കാർ ഓടിക്കാനായിട്ട് നമുക്ക് 30 ദിർഹംസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കാറൊക്കെ ഓടിച്ച് നല്ല ഹാപ്പി ആയിട്ട് രണ്ടാളും ഇറങ്ങി. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും നല്ല സ്മൂത്തായിട്ടൊക്കെ ഡ്രൈവ് ചെയ്തു. അപ്പം എന്നോട് ഡ്രൈവ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങൾ രണ്ടാളും പോയിട്ട് വന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 10 മിനിറ്റോളം വണ്ടി ഓടിച്ചു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ആൾക്കാർ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് ഓഫ് ചൈന. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമ്മുടെ ഇതിനേക്കാളും ഇപ്പോൾ ഇതിൽ കാണുന്നേക്കാളും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. നല്ല നല്ല ബലൂൺസ് എന്തൊക്കെയാണ് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഇതിലൊക്കെ ഓരോരുത്തർ ഓരോ ജോലികളിലാണ്. എന്താ പറയുക, മാറ്റ് കാർപ്പറ്റൊക്കെ ഉണ്ടാക്കുന്ന, പിന്നെ നൂല്, തയ്യൽ മെഷീൻ, അങ്ങനെ കുറേ പിന്നെ മൈലാഞ്ചി ഇടൽ, അങ്ങനത്തെ ഒരു സെറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മുടെ ഒരു ഫുഡ് ഓർഡർ ചെയ്തു. തുർക്കിഷ് സ്റ്റൈലിലൊരു സംഭവമാണ്. കുഴപ്പമുണ്ടായില്ല, എന്നാലും കഴിച്ചു. സാധാരണ നമ്മുടെ പിസ്സില്ലേ, അതുമ്മ പിസേര ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്, മയനീസ് മേടിക്കാൻ നമ്മൾ സംഭവിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കേട്ടോ. പേടിക്കണ്ടെന്ന് പറയാൻ കാരണം എനിക്ക് ഈ പുറത്ത് പോയിട്ട് കഴിച്ചാൽ എപ്പോഴും പണി കിട്ടാറുള്ളത്, അതായത് ഫുഡ് പോയ്സൺ എപ്പോഴും കിട്ടാറുണ്ട്. നമ്മൾ പറഞ്ഞ സാധനത്തിൽ മയോണൈസ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മയോണൈസ് പേടിയായിരുന്നു. കാരണം ലാസ്റ്റ് എനിക്ക് ഫുഡ് പോയ്സൺ കിട്ടിയത് മയോണൈസിൽ നിന്നായിരുന്നു. അത് ഫുൾ വോമിറ്റിംഗ് ആയിരുന്നു. അത് കാരണം ഇങ്ങനത്തെ സാധനങ്ങളോട് എനിക്ക് വലിയ ഇഷ്ടമുണ്ട്, പക്ഷെ കഴിക്കാനൊരു പേടിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ വീണ്ടും മാജിക് കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ ആൾക്കാർ കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നല്ല ഒരു വൈബായിരുന്നു. അവിടെ ഇങ്ങനെ മാജിക് ഇരുന്ന് കാണാനായിട്ട്. ഈ കടയിൽ 25, അപ്പുറത്തെ കടയിൽ 35, അങ്ങനെയായിരുന്നു വണ്ടിയുടെ വില. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. കുറേ നേരം നമ്മൾ പോണ വരെയും ഇതിൽ തന്നെയായിരുന്നു. കുറേ അവിടെ ഫുള്ള് വണ്ടി ഓടിച്ച് നടന്നു. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കഥയും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്, അവനപ്പുറത്ത് കൂടെ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ് 2. അങ്ങനെ നമുക്ക് ഗേറ്റ് 1, ഗേറ്റ് 2, ഗേറ്റ് 3, ഗേറ്റ് 4 അങ്ങനെ കുറേ ഗേറ്റുകളുണ്ട്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ മാപ്പ് നോക്കിയാൽ തന്നെ നമുക്കൊരു ഔട്ട്ലുക്ക് കിട്ടും. നമുക്ക് എവിടെയൊക്കെയാണ് സംഭവങ്ങളുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിൽ പോവുക.
ആദ്യം പിന്നെ ഈ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ലതായിരുന്നു. കണ്ടോ, ഇങ്ങനത്തെ ബൾബുകൾ, ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവം, നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇതുകളായിരുന്നു. അപ്പോൾ ഉണ്ണിതേ അതിൽ നടക്കുന്നുണ്ട് വണ്ടി ഓടിച്ചിട്ട്. അവന് വണ്ടി കിട്ടിയാൽ പിന്നെ അത് മതി, പിന്നെ ഒന്നും വേണ്ട. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടന്നു. പിന്നെ ഞാൻ വാഷ്റൂമിൽ പോയി. അപ്പോൾ വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു. മാംഗോ വിത്ത് യോഗർട്ട് ആയിട്ട് അതിൽ ഫിഗൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പുളി രസം ഉണ്ടായിരുന്നു. യോഗർട്ട് പുളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗർട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചോക്ലേറ്റ് വിത്ത് പിസ്ത ഒരു ഐസ്ക്രീം, അത് എനിക്കിഷ്ടമായില്ല. എനിക്ക് മാംഗോൻ്റെയാണ് ഇഷ്ടമായത് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഈ ഡാൻസ് കണ്ടവിടെ അങ്ങനെ നിന്നോട്ടെ. പിന്നെ ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ബസ്സിൽ കയറിയപ്പോഴാണ് ബസ് കാർഡ് എക്സ്പയർ ആയെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് തന്നെ ഓൺലൈനായിട്ട് ചെയ്തു. പക്ഷേ നമുക്ക് അത് ശരിയായില്ല. പിന്നെ നമ്മൾ 2 hours പിന്നെ വെയിറ്റ് ചെയ്യണം. എന്നാലും ഞങ്ങൾ നെക്സ്റ്റ് ബസ് വരുന്ന വരെ ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്തു. ഇനി ചിലപ്പോൾ നമുക്ക് കയറാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വെയിറ്റ് ചെയ്തൊരു 1 hour അങ്ങനെ പോയി. പക്ഷേ എന്നിട്ടും നമുക്ക് കാർഡ് ശരിയായില്ല. അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ പിന്നെ ടാക്സി വിളിച്ചിട്ട് പോകുന്നു കേട്ടോ. പോകുമ്പോൾ കണ്ട പൈനാപ്പിൾ ബിൽഡിങ് തിരിച്ച് വരുമ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഡയറക്റ്റിൽ കാണുന്നതിനേക്കാളും നല്ലത് നൈറ്റ് കാണുന്നതാണ്. നല്ല ഭംഗി. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.